അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പാഠം അൽ വഹദത്തുൽ ഊല ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു തആലയുടെ ഏകത്വത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് വായിക്കാം. അല്ലാഹു തആലക്ക് തുടക്കവും ഒടുക്കവുമില്ല. അപ്പോൾ അല്ലാഹു തആല ഒരു ദിവസം പെട്ടെന്ന് തുടങ്ങിയതല്ല, ആദ്യമേ ഉണ്ട്. ഒടുക്കില്ല, അവസാനിക്കുകയല്ല. നമ്മളെ പോലെ ഒരിക്കൽ അവസാനിക്കുന്ന ഒന്നല്ല. അവന്റെ വുജൂദ് വാജിബാണ്. അള്ളാഹു ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്താണ്? നിർബന്ധമാണ്, വാജിബാണ്. അവനാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും പടച്ചത്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതും പടച്ചത് ആരാണ്? അള്ളാഹു തആലയാണ്. അവൻ സർവശക്തനും സർവജ്ഞനുമാണ്. എല്ലാ ശക്തിയുള്ള അടച്ചവനാണ്. അതേപോലെ സർവജ്ഞനാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനുമാണ് അള്ളാഹു തആല. അവൻ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അവൻ അള്ളാഹുവിൻ്റെ ദാത്തുണ്ടല്ലോ, അതിലും അതേപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലും അള്ളാഹു തആലയുടെ പ്രവർത്തനങ്ങളിലും അള്ളാഹു തആല ഏകനാണ്. അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. എല്ലാവരും അള്ളാഹു തആലയെയാണ് ആശ്രയിക്കുന്നത്, അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല. ഓക്കെ. സദാസമയവും എല്ലാ സൃഷ്ടികളും അവനെ ആശ്രയിക്കുന്നു. എപ്പോഴും അള്ളാഹുവിനെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. എല്ലാ വസ്തുക്കളും, എല്ലാ ജീവികളും, ലോകത്തുള്ള ഓരോ പുൽച്ചെടി പോലും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത്. അവൻ ജാതനോ ജനകനോ അല്ല. അള്ളാഹു തആല പ്രസവിച്ചതോ പ്രസവിക്കപ്പെട്ടതോ അല്ല. അള്ളാഹു തആല ലം യലിദ് വലം യൂലദ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അവനെ പോലെ ഒന്നുമില്ല, ആരുമില്ല. അള്ളാഹു തആലയെ പോലെ ആരുമില്ല, ഒരു വസ്തുവുമില്ല. ഏതെങ്കിലും വസ്തുവിനെയോ ജീവിയെയോ വ്യക്തിയെയോ ഇലാഹിന്റെ പൂർണ്ണാവതാരമായോ അംശാവതാരമായോ പുത്രനായോ പുത്രിയായോ വിശേഷിക്കുന്നത് ശരിയല്ല. അതെല്ലാം കുഫ്റും ശിർക്കുമാണ്. ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ജീവി, ഏതെങ്കിലും വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹു തആലയുടെ പൂർണ്ണ അവതാരമാണ്, അല്ലെങ്കിൽ അംശം ഭാഗികമായിട്ടുള്ള അവതാരമാണ്, അല്ലെങ്കിൽ പുത്രനാണ്, പുത്രിയാണ്, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രന്മാരാണ് അല്ലെങ്കിൽ പുത്രിമാരാണെന്ന് വിശ്വസിക്കുന്നത് എന്താണ്? അത് ശരിയല്ല. അതെല്ലാം കുഫ്റാണ്, കുഫ്രിയത്താണ്, ശിർക്കുമാണ്, അള്ളാഹു തആലക്ക് പങ്കുകാരെ ചേർക്കലുമാണ്. ഓക്കെ. സൂറത്ത് ലുഖ്മാനിലെ ഒരു ആയത്താണ് ഓതുന്നത്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. നിശ്ചയം ശിർക്ക് വലിയ അക്രമം തന്നെയാണ്. ഓക്കെ. ഇനി വേറൊരു ഭാഗം ക്ലാസ്സിൽ നടക്കുന്ന ചർച്ചയാണെങ്കിൽ ചോദിക്കുകയാണ്, ഒന്നിലധികം ഇലാഹുണ്ടായാൽ എന്താ കുഴപ്പം? ജുനൈദ് ചോദിച്ചു. 2 ഇലാഹുണ്ടെന്ന് സങ്കല്പിക്കുക. എന്നാൽ ഒരു ഇലാഹിന് അപരനെ അതിജയിക്കാൻ സാധിക്കുമോ? അപ്പൊ ആദ്യത്തെ ദൈവത്തിന് രണ്ടാമത്തെ ദൈവത്തെ അതിജയിക്കാൻ, അതിനേക്കാൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ദൈവത്തിന് സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അതേ എന്നാണ് ഉത്തരമെങ്കിൽ തോൽക്കുന്നവൻ എന്താവും? ഇലാഹാകാൻ പറ്റില്ല. കാരണം അവിടെ ദൈവം പരാജയപ്പെടാൻ പാടില്ല. രണ്ടാക്കും ഒരേ ശക്തിയാണെങ്കിൽ, രണ്ടും ഇലാഹാണെങ്കിൽ ഒരാൾ പരാജയപ്പെടില്ലല്ലോ, ഒരാൾ അതിജയിക്കാൻ പാടില്ല. ഇനി ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ എല്ലാറ്റിനെയും അതിജയിക്കാൻ കഴിയാത്തവൻ എങ്ങനെ ഇലാഹാകും? ഓക്കെ. എല്ലാറ്റിൻ്റെയും ഉടമയും സൃഷ്ടാവും എല്ലാറ്റിനും കഴിവുള്ളവനുമാകുമ്പോൾ മാത്രമേ ഇലാഹാവുകയുള്ളൂ. അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. സൂറത്തുൽ അറാഫിലെ ആയത്താണ്. അതിന്റെ അർത്ഥം അറിയുക. സൃഷ്ടിപ്പും കൽപ്പനാധികാരവും അവനുള്ളതാണ്. ഏതൊരു വസ്തുവിനെ സൃഷ്ടിക്കാനും അതിനുള്ള കൽപ്പനക്കുള്ള അധികാരം ആർക്കാണ്? അള്ളാഹു തആലക്കാണ്. ലോകരക്ഷിതാവായ അള്ളാഹു തആല അനുഗ്രഹ സമ്പൂർണനാണ്. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും പൂർണ്ണമായവനാണ് അള്ളാഹു തആല. ഇനി പറയുന്നത്, 2 ഇലാഹുകൾ ഉണ്ടെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിക്കുകയും മറ്റേയാൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്തുവെങ്കിൽ എന്താണ് സംഭവിക്കുക? പ്രപഞ്ചം നിലവിൽ വരികയാണെങ്കിൽ വേണ്ടെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം. ഇനി പ്രപഞ്ചം നിലവിൽ വന്നിട്ടില്ലെങ്കിലോ? വേണമെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം. ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുകയില്ലല്ലോ. ഓക്കെ. 2 ഇലാഹുകൾ ഉണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു? പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ രണ്ടാമത്തെ ദൈവം എന്ത് പറഞ്ഞു? വേണ്ടാന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം ഉണ്ടാക്കിയാൽ വേണ്ടാന്ന് പറഞ്ഞ ദൈവം എന്താവും? ദൈവം അല്ലാതാവും. കാരണം അവിടെ ആ ശക്തി നഷ്ടപ്പെടല്ലേ. ഇനി വേണമെന്ന് ഉദ്ദേശിച്ചവന് ഇലാഹല്ലെന്ന് വ്യക്തം. എങ്ങനെ? പ്രപഞ്ചം അവിടെ നിലവിൽ വന്നിട്ടില്ലെങ്കിൽ. പ്രപഞ്ചം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രപഞ്ചം വന്നില്ലെങ്കിൽ
ആദ്യം പറഞ്ഞ ആൾ ദൈവം അല്ലാതാവും. കാരണം അവിടെ കഴിവ് തെളിയിക്കപ്പെട്ടിട്ടില്ല. അവർ ആ ദൈവം പറഞ്ഞതുപോലെ വന്നിട്ടില്ല. ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുകയില്ലല്ലോ. ഇനി രണ്ട് ഇലാഹുകളെ യോജിച്ച് പ്രവർത്തിച്ചാൽ പോരെ? മുഖ്താർ ചോദിച്ചു. ഇവിടെ രണ്ടുപേരും പ്രപഞ്ചം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ഒന്നുകിൽ രണ്ടാളും കൂടി പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരാൾക്ക് ശേഷം മറ്റൊരാൾ, അതുമല്ലെങ്കിൽ ഒരാൾ സ്വല്പവും കുറച്ചും മറ്റേയാൾ ബാക്കിയും. ഒരേ സമയം ഒരു ഉൽപ്പന്നം രണ്ട് സ്രോതസ്സിൽ നിന്നുണ്ടാവുക അസംഭവ്യമാണ്. ഒരേ പ്രൊഡക്റ്റ് അത് ഒരേ സമയം രണ്ട് കമ്പനികളിൽ നിന്ന്, രണ്ട് സ്രോതസ്സിൽ നിന്ന് അത് ഉണ്ടാവുക എന്താണ്? സംഭവിക്കാത്തൊരു കാര്യമാണ്. ഒരേ സമയം ഒരു പേന രണ്ട് കമ്പനിയിൽ നിന്നും ഉണ്ടാവുകയില്ല. ഇപ്പൊ Lexi 5 എന്നൊരു പേന ഒരേ സമയം മറ്റൊരു കമ്പനിയിൽ ഉണ്ടാവില്ല, ഈ ഒരു കമ്പനിയിൽ ഉണ്ടാവുള്ളൂ. ഒരിക്കലുണ്ടായ അതേ വസ്തുവിനെ വീണ്ടും ഉണ്ടാക്കൽ എന്താണ്? അസംഭവ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പേന, ആ ഒരു പേന അതിന് കോപ്പി ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേന വീണ്ടും ഉണ്ടാക്കൽ എന്താണ്? അത് നടക്കൂല, അത് അസംഭവ്യമായ കാര്യമാണ്. ഒരിക്കലും ഒരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ പിന്നീട് മറ്റൊരു സ്ത്രീ പ്രസവിക്കുകയില്ലല്ലോ. ഇപ്പോൾ ഒരു ജനിച്ച കുട്ടി, ആ കുട്ടിയെ പിന്നീട് വേറെ ആരും പ്രസവിക്കൂല. ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞു, പിന്നീട് വേറെ ആരും പ്രസവിക്കുകയില്ലല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ സ്വല്പവും മറ്റേയാൾ ബാക്കിയുമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഒരാൾ ഉണ്ടാക്കാത്ത ഭാഗത്തിന്റെ അധികാരമോ അവകാശമോ അയാൾക്ക് ഇല്ലെന്ന് പറയേണ്ടി വരും. ഇനി പൂർണ്ണമായ അധികാരമാവകാശങ്ങൾ ഇല്ലാത്തയാൾ എന്തല്ല? ഇലാഹല്ല. അപ്പൊ പകുതി ഇയാൾക്ക് അധികാരവും പകുതി ഇയാൾക്ക് അധികാരമാകുമ്പോൾ അവിടെ ഒരു ദൈവമല്ലല്ലോ. ദൈവത്തിന് അങ്ങനെയല്ലല്ലോ വേണ്ടത്, പൂർണ്ണ അധികാരം വേണ്ടേ? ഇവിടെ ഭാഗികമായ അധികാരമുള്ളവൻ ദൈവമല്ല, ദൈവത്തിന് പൂർണ്ണാധികാരം വേണം. ചുരുക്കി പറഞ്ഞാൽ ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുമായിരുന്നില്ല. അപ്പോൾ ഇന്ന് ലോകം നിലനിൽക്കുന്നത് ഏകനായ ഒരു ഇലാഹു ഉള്ളത് കൊണ്ടാണ്. രണ്ട് ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ എന്നോ നശിച്ചു പോകുമായിരുന്നു. ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. സൂറത്തുൽ അംബിയയിലെ ആയത്താണ്. എൻ്റെ അർത്ഥം, ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ നശിച്ചു പോകുമായിരുന്നു. അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അർഷിന്റെ രക്ഷിതാവായ അള്ളാഹു പരിശുദ്ധനാണ്. ഈ രണ്ട് ദുആ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹിഫ്ലിന്. ഈ വർഷം ഖുർആന് ഹിഫ്ലുണ്ട്. ഖുർആന് സൂറത്തുൽ ബഖറ മാത്രമാണുള്ളത്. അതേപോലെ നമുക്ക് ഹിഫ്ല് സൂറത്തുൽ മുൽക്ക് ഉണ്ട്. അതേപോലെ അതിൻ്റെ കൂടെ നമ്മുടെ പാഠങ്ങളിൽ വന്നതുപോലെയുള്ള ദുആകളൊക്കെ ഉണ്ടാകും, പഠിച്ചു വെക്കേണ്ടതാണ്. ഇതിൽ ഒന്നാമത്തെ ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്രി വൽ ഫുസൂഖി വശിഖാഖി വൽ നിഫാഖ് വസുംഅതി വരിയ. റവാഹുൽ ഹാക്കിം. അല്ലാഹുവേ, ഫഖറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, വൽ കുഫ്രി, കുഫ്രിയത്തിൽ നിന്ന്, വൽ ഫുസൂഖി, തമ്മാടിത്തരത്തിൽ നിന്ന്, വശിഖാഖി, ഭിന്നതകളിൽ നിന്ന്, ചേരിതിരിഞ്ഞുള്ള പാർട്ടിയാകുന്നതിൽ നിന്ന്, വൻ നിഫാഖ്, അതേപോലെ കാപട്യത്തിൽ നിന്നും, വസുംഅത്ത്, അതേപോലെ പ്രശസ്തിയിൽ നിന്നും, വലിയ ലോകമാന്യത്തിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലമു. റവാഹുൽ ബുഖാരി ഫി ആദാബിൽ മുഫ്രദ്. നഖ്റു വനഫം, വായിച്ച് മനസ്സിലാക്കാനാണ്. ഒന്നാമത്തെ ഷിഖാഖ് ഭിന്നത, സുംഅത്ത് പ്രശസ്തി, ഫുസൂഖ് അധർമ്മം, നിഫാഖ് കാപ്പട്യ. ഇനി ഖുറാസത്ത് തദ്രീബ് നോക്കി തദ്രീബാത്തുകൾ ചെയ്യുക. നമ്മൾ വർക്ക് ബുക്കാണ്. വർക്ക് ബുക്കിൽ നോക്കിയിട്ട് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതാനാണ്. നമുക്ക് വർക്ക് ബുക്ക് നോക്കാം. ഒന്നാമത്തത് നക്തശിഫു മിനൽ ഖുർആനി വനഖ്റ. ഖുർആനിൽ നിന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 13-ാമത്തെ ആയത്ത് കണ്ടെത്തിയിട്ട് അത് ഓതാനാണ്. അതേപോലെ സൂറത്തുൽ ആറാഫിലെ 54-ാമത്തെ ആയത്ത് കണ്ടെത്തി ഓതുക. സൂറത്തുൽ അംബിയയിൽ 24-ാമത്തെ ആയത്ത് ഖുർആനിൽ നോക്കി കണ്ടെത്തി ഓതാനാണ്. രണ്ടാമത്തെ നഖ്റു വനക്തുബ്, വായിച്ച് എഴുതാനാണ്. വായിച്ച ശേഷം എഴുതുക. അള്ളാഹു തആലക്ക് തുടക്കവും ഒടുക്കവും ഇല്ല, അത് എഴുതുക. അള്ളാഹു തആലയുടെ വുജൂദ് അനിവാര്യമാണ്, വായിച്ച് എഴുതുക. അള്ളാഹു തആല മുഴുവൻ വസ്തുക്കളെയും പടച്ചു. 4, അള്ളാഹു തആല സർവശക്തനും സർവജ്ഞനുമാണ്. 5, അള്ളാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അള്ളാഹു തആല ആരെയും ആശ്രയിക്കുന്നില്ല. മൂന്നാമത്തത് നുജീബ്, ഉത്തരം എഴുതാനാണ്. അള്ളാഹു തആലയെ ആശ്രയിക്കുന്നു ആര്, എപ്പോൾ? ഉത്തരം നമ്മുടെ കിതാബിലുണ്ട്. സദാസമയവും എല്ലാ സൃഷ്ടികളും അവനെ ആശ്രയിക്കുന്നു.
ആര് എന്നുള്ളതിന് എല്ലാ സൃഷ്ടികളും, എപ്പോഴും എന്നുള്ളതിന് സദാസമയവും, എപ്പോഴും. ചോദ്യം 2, ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? 2 ഇലാഹുകൾ ഉണ്ടെങ്കിൽ ഒരാൾ പ്രപഞ്ചത്തെ പടക്കാൻ ഉദ്ദേശിക്കുകയും മറ്റേയാൾ വേണ്ടെന്ന് വെക്കുകയും ചെയ്തുവെങ്കിൽ എന്താണ് സംഭവിക്കുക? പ്രപഞ്ചം നിലവിൽ വരികയാണെങ്കിൽ വേണ്ടെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തം. പ്രപഞ്ചം നിലവിൽ വന്നിട്ടില്ലെങ്കിൽ വേണമെന്ന് ഉദ്ദേശിച്ചവൻ ഇലാഹല്ലെന്ന് വ്യക്തമാവും. ഒരേ സമയം പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുകയില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുമായിരുന്നില്ല. ലൗകാന ഫീഹിമ ആലിയത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ നശിച്ചു പോകുമായിരുന്നു. 3, അല്ലാഹു തആല ഏകനാണെന്നതിന് നാം കാണുന്ന 2 ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ്? ആകാശവും ഭൂമിയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. ഇനി ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. സൂര്യനും ചന്ദ്രനും എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. 4ാമത്തെ തഖ്സീസാണ്, അസൈൻമെന്റ് തയ്യാറാക്കാനാണ്. ഏക ഇലാഹും പ്രപഞ്ചവും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാണ്. ഒരുപാട് എഴുതാനുണ്ട്. ഈ ഒരു പാഠം നിങ്ങളുടേതായ രൂപത്തിൽ നിങ്ങൾ എഴുതിയാൽ കുറച്ചുകൂടെ ഭംഗിയായി. അല്ലാഹു തആലക്ക് തുടക്കവും ഒടുക്കവും ഇല്ല. അവന്റെ വുജൂദ് വാജിബാണ്. അവനാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും പടച്ചത്. ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ തഖ്സീസ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.